അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പലപ്പോഴും നാം അശ്രദ്ധരായി പോകുന്ന വളരെ പ്രധാനപ്പെട്ട ജമാഅത്തുമായി ബന്ധപ്പെട്ട ഒരു വിഷയമാണ് സംസാരിക്കുന്നത്. ഇമാമും മഅ്മൂമുമായി ജമാഅത്തായി നിസ്കരിക്കുന്ന സമയത്ത് നാം ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്, ഒരു ഇമാമും ഒരു മഅ്മൂമുമാണെങ്കിൽ മഅ്മൂം ഇമാമിന്റെ വലതുഭാഗത്താണ് നിൽക്കേണ്ടത്. എന്നാൽ മറ്റൊരു മഅ്മൂമ് വന്നു കഴിഞ്ഞാൽ അയാൾ ഇമാമിന്റെ ഇടതുഭാഗത്താണ് നിൽക്കേണ്ടത്. എന്നിട്ട് രണ്ടുപേരും ഒരുമിച്ച് പിറകോട്ട് നിന്നുകൊണ്ട് ഒരുപോലെ ഇമാം മധ്യത്തിൽ വരും വിധം ഇവർ രണ്ടുപേരും പിറകിൽ ചേർന്നുകൊണ്ട് നിൽക്കുക. ഇതിൽ നിന്ന് നാം മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട ഒരു അടിസ്ഥാനപരമായ ഒരു ആശയമുണ്ട്. ഇമാം നിൽക്കേണ്ടത് മധ്യത്തിലാണ്. മഅ്മൂമുകളുടെ മധ്യത്തിലായാണ് ഇമാം നിൽക്കേണ്ടത്. മധ്യത്തിൽ മെഹ്റാബുകൾ സ്ഥാപിക്കാനുള്ള കാരണം അതുകൊണ്ടാണ്. രണ്ടുപേർ മഅ്മൂമാകുന്ന ഘട്ടത്തിലുള്ള സഫിന്റെ രീതിയാണ് നാം പറഞ്ഞത്. ഇനി വരുന്ന ആൾ എവിടെ നിൽക്കണം? ഇമാമിന്റെ വലതുഭാഗത്താണ് നിൽക്കണം. പിന്നീട് വരുന്ന ആൾ ഇമാമിന്റെ ഇടതുഭാഗത്ത് നിൽക്കണം. പിന്നെ വരുന്ന ആൾ ഇമാമിന്റെ വലതുഭാഗത്ത് നിൽക്കണം. പിന്നീട് വരുന്ന ആൾ ഇടതുഭാഗത്ത് നിൽക്കണം. ഇങ്ങനെ ഈ ഓർഡറിലാണ് സഫുകളിൽ മഅ്മൂമുകൾ പിന്നീട് വരുന്നവരായിക്കൊണ്ട് അണിനിരക്കേണ്ടത് എന്നുള്ള ഒരു കാര്യം പലപ്പോഴും നമുക്ക് പലർക്കും അറിയാത്ത ഒരു വിഷയമാണ്. ഇവിടെ നാം ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇമാം മധ്യത്തിലാണ് നിൽക്കേണ്ടത്. അപ്പോൾ വലതുഭാഗത്തിന് പ്രാധാന്യമുണ്ടെന്ന് പറഞ്ഞ് വരുന്നവരൊക്കെ വലതുഭാഗത്ത് അണിനിരക്കും. അത് ശരിയല്ല. അത് അവരുടെ ജമാഅത്തിന്റെ ഉത്തമമായ രീതിക്കെതിരായിട്ട് അവർ അണിനിരക്കുന്നു. അവിടെ ജമാഅത്തിന്റെ ഹൈസിയത്തിലൂടെ അവർ ഗുണകരമല്ലാത്ത കാര്യങ്ങൾ ചെയ്യുന്നു. അപ്പൊ ജമാഅത്തിന്റെ ഭാഗത്തു കൂടി കർമ്മശാസ്ത്രപരമായി പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ പാലിക്കുക എന്നതാണ് മഅ്മൂമുകളായിട്ടുള്ള വിശ്വാസികളായിട്ടുള്ള നാം ചെയ്യേണ്ടുന്ന കാര്യം. നേരത്തെ പറഞ്ഞതുപോലെ ഒരാളാണെങ്കിൽ ഇമാമിന്റെ വലതുഭാഗത്ത്, രണ്ടാളാണെങ്കിൽ രണ്ടുപേരും ചേർന്ന് ഇമാമിനെ മധ്യത്തിലാകും വിധം പിറകിൽ ചേർന്ന് നിൽക്കുക. പിന്നെ വരുന്ന ആൾ വലതുഭാഗത്ത്, പിന്നീട് ഇടതുഭാഗത്ത്, പിന്നെ വലത്, പിന്നെ ഇടത്. ഈ രീതിയിൽ ഇമാമിനെ മധ്യത്തിലാകും വിധം നമ്മുടെ ജമാഅത്തുകൾ നമ്മൾ ക്രമീകരിക്കണമെന്നതാണ് കർമ്മശാസ്ത്രത്തിന്റെ കൽപ്പന. അല്ലാഹു സുബ്ഹാനഹു വ തആല കർമ്മശാസ്ത്രപരമായി നമ്മുടെ കർമ്മങ്ങളെ ക്രമീകരിക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് തരുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.